ഇഡി ഉദ്യോഗസ്ഥൻ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ ഇഡി ECIR രജിസ്റ്റർ ചെയ്തു. ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല. വിജിലൻസ് കേസിന് കാരണമായ ആരോപണങ്ങൾ അന്വേഷിക്കും. കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിന് നോട്ടീസ് നൽകി. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേർന്നു. രേഷ്മ, നോട്ടീസ് നൽകിയത് ഉൾപ്പെടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഇഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കോഴക്കേസിൽ ഇഡി തന്നെ സമാന്തരമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടി ഡൽഹി ടാസ്ക് ഫോഴ്സ്, അതായത് ഡൽഹി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനാണ് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിജിലൻസ് കേസിന്റെ പരാതിക്കാരനും അതോടൊപ്പം തന്നെ വ്യവസായി കൂടിയായിട്ടുള്ള അനീഷ് ബാബുവിനെ ചോദ്യം ചെയ്യലിനായിട്ട് നോട്ടീസ് നൽകി ഡൽഹി ED ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. നാളെയാണ് ചോദ്യം ചെയ്യലിനായിട്ട് ഡൽഹിയിൽ ED ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. അതിനിടയിൽ തന്നെ അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് അറസ്റ്റ് ഭീഷണിയുണ്ട്, അതുകൊണ്ട് തനിക്ക് മുൻകൂർ ജാമ്യം വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് അനീഷ് ബാബു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ആ ഹർജി പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പറഞ്ഞത് ഈ അന്വേഷണവുമായിട്ട് അനീഷ് ബാബു സഹകരിക്കണം. നാളെ ചോദ്യം ചെയ്യലിനായിട്ട് EDയുടെ ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് പരാതിക്കാരനായതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടെങ്കിലും അറസ്റ്റ് തടയുന്നു എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് കൂടി ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് എടുത്തിട്ടുള്ള കേസിൽ നിലവിൽ EDയുടെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് അടുത്തയാഴ്ച തിങ്കളാഴ്ച വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ED സമാന്തരമായിട്ട്, അതായത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. വിജിലൻസിന്റെ കേസിന് കാരണമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതെന്തൊക്കെയാണ്, ഏത് വിധത്തിലാണ് ഇത്തരത്തിൽ കൈക്കൂലി ആരോപണം ഉണ്ടായത്, ഇതടക്കം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ED നടത്തുന്നത്. നേരത്തെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ശേഖർ കുമാറിനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖർ കുമാറിനെതിരെ നടപടികൾ പെട്ടെന്നൊന്നും തന്നെ വിജിലൻസ് സ്വീകരിക്കാതിരുന്നത്. എന്തായാലും അനീഷ് ബാബുവിനോട് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇപ്പോൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് EDയോട് സഹകരിക്കണം, അതായത് നാളെ തന്നെ ഡൽഹിയിലെ ED ഓഫീസിൽ ഹാജരായിക്കൊണ്ട് ചോദ്യം ചെയ്യലിന് വിധേയനാകണം. അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് ഒരു ഇടക്കാല സംരക്ഷണം ഹൈക്കോടതി അനീഷ് ബാബുവിന് നൽകിയിട്ടുണ്ട്. അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ED തങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ഏത് വിധത്തിലാണ്, അത് എങ്ങനെയാണ് ED ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടത്, ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് പരാതിക്കാരനടക്കം ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ശരി രേഷ്മ.